കമല മനുവിനോട് പറയാണ്, 2 വർഷം മുമ്പ് ഉപദ്രവിച്ചെന്നൊക്കെ അവൾ പറഞ്ഞത് കള്ളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എൻ്റെ മോൻ പാവാ, അവനെടുത്തിട്ടും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി അവളാ, ആ ശരണ്യ. അവളായിരിക്കും മനഃപൂർവ്വം ഇവനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതും. എന്നിട്ട് പൈസ കൊടുക്കാതായപ്പോൾ അവനെ കൊടുക്കുകയായിരിക്കും എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, 2 വർഷം മുമ്പേ അവളെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത് പോലീസുകാരൊക്കെ കൂടി ഒപ്പിച്ച പണിയാ, അല്ലാതെ ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. കേസൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയും പോക്സോ കേസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സായല്ലോ. 2 വർഷം മുന്നെന്ന് പറയുമ്പം ആള് മൈനറല്ലേ. അപ്പോൾ അത് വെച്ച കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി പോലീസുകാർ കള്ളക്കളിയാ, അല്ലാതെ ശരണ്യ ഒന്നും പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അവൾക്ക് കോടതിയിൽ വന്ന് അത് പറയത്തില്ലടാ എന്ന് ചോദിക്കുമ്പം ഇനി അടുത്ത ഹിയറിങ്ങിൽ അവളത് പറഞ്ഞോളും. സത്യം മാത്രം പറഞ്ഞ പെൺകുട്ടിയാ, അതുകൊണ്ട് അവളത് പറഞ്ഞോളും എന്നും പറഞ്ഞ് അമ്മയുടെ മകൻ കുറ്റക്കാരനല്ലാതാവോ? ഇപ്പോഴാണെങ്കിലും ആ പെൺകുട്ടിയെ സ്നേഹം നടിച്ചവൻ കൊണ്ടുപോയി കൂട്ടുകാർ മുമ്പിൽ കാഴ്ചവെച്ചില്ലേ, അതെന്താമ്മേ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പം കമലയൊന്നും മിണ്ടുന്നില്ല. ആ രോഹിത് ആയിരിക്കും എല്ലാത്തിനും കാരണക്കാരൻ. അവസാന നിമിഷം അവൻ തലയൂരി എൻ്റെ മകനെ പെടുത്തിയതാ. ഇതായി അമ്മയോട് ഒന്നും പറയാൻ വയ്യാത്തത്. അമ്മേ, രോഹിത് ആ കുട്ടീനെ തൊട്ടിട്ട് കൂടിയില്ല. അമ്മയുടെ മകനാണ് എല്ലാം ചെയ്തത്. അവന്റെ കാമുകിയായിരുന്നു ശരണ്യ എന്ന് പറയുന്നുണ്ട്. ഇനിയും അമ്മയുടെ തലയിൽ എന്നാ വെളിച്ചമുണ്ടാവുന്നത്, എന്നാ ബോധം ഉണ്ടാവുന്നേ? എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു പ്രയോജനമില്ല. അമ്മയോടൊന്നും പറയാനും പറ്റില്ല. തലയ്ക്കകത്ത് നിറച്ച് കളിമണ്ണല്ലേ എന്നൊക്കെ പറയാണ്. ശിവൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കമല പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമ്മുടെ മോനെ രക്ഷപ്പെടുത്താനായിട്ട്? ഇപ്പൊ അവര് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആ പോലീസുകാരെയൊക്കെ പണിയാ, പാർട്ടിക്കാരുടെ കുറച്ച് കാശ് അവന്മാർക്ക് വേണം, അതിനുവേണ്ടി ഒപ്പിക്കുന്ന പണിയാ. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ അവന്മാരാ പോക്സോ കേസ് അങ്ങ് പിൻവലിക്കും. അപ്പൊ പിന്നെ ശിക്ഷയുടെ കാലാവധി കുറഞ്ഞു കിട്ടും. ശിക്ഷയുടെ കാലാവധിയോ? അപ്പോ എൻ്റെ മകനെ ശിക്ഷിക്കാൻ പോവാണോ? അവനെ ജയിലിലാക്കാൻ പോവാണോ? അവനെ രക്ഷിക്കാൻ ഒരു നിവൃത്തിയില്ല ശിവേട്ടാ. നമുക്ക് വീടോ പറമ്പോ എല്ലാം വിൽക്കാം, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്കണം എന്ന് പറയുമ്പം ശിവൻ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തെടുക്കാനാ? വഴിയിലിറങ്ങിയത് പിച്ചെടുക്കാനോ? നീ എന്തായി പറഞ്ഞത്? നിന്റെ മകനെ ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടണം തന്നെയാ. പിന്നെ ശിക്ഷയിൽ ഇളവ് മേടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? അതിനെല്ലാം ഒരു പരിധിയില്ലേ? ഒരു കൂട്ടബലാത്സംഗം ആകുമ്പം ഇതിനേക്കാട്ടിലൊക്കെ അപ്പുറ ശിക്ഷയാണ് കിട്ടാൻ പോണത്. അതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. മനുവിനോട് കമല ചോദിക്കാണ്, നമുക്ക് ആ ശരണയെ പോയി ചെന്ന് കണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയാലോ? കുറച്ച് കാശ് കൊടുക്കാന്ന് പറയാം. ആലിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചതാണല്ലോ. പാർട്ടിക്കാരും മറ്റുള്ളവരും കാശ് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴല്ലേ അവര് മൊഴി മാറ്റില്ലെന്ന് പറഞ്ഞു നിന്നത്. അങ്ങനെ ആകുമ്പം കുറച്ച് കാശ് നമുക്ക് എറിഞ്ഞു നോക്കിയാലോ? ശിവേട്ടാ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. നമുക്കൊന്ന് അവളെ കാണാൻ പോകാം എന്ന് പറയുന്നുണ്ട്. അമ്മേ, അവിടുത്തെ അവസ്ഥ വളരെ മോശാ. നമ്മളെ കാണാനെങ്ങാനും പോയെന്നെങ്ങാനും ആരും അറിഞ്ഞാലേ വാർത്തക്കാരും ചാനലുകാരും അത് വലിയ ഇഷ്യൂ ആക്കും. പോലീസുകാരുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പൊ കമല പറയാണ്, ശിവേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഈ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസുകാരുണ്ടല്ലോ, അതുപോലെ തന്നെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന കുറച്ച് പേരും, അവരല്ലേ ഇത് പോക്സോ ആക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് പോയി നിങ്ങൾ കണ്ട് കുറച്ച് കാശൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്ക്. അതിനുശേഷം നമുക്ക് അവളെ കാണാൻ പോകാം. അപ്പോൾ വലിയ സീനുണ്ടാവില്ല എന്ന് പറയുമ്പം ശിവൻ പറയാണ്, അത് ശരിയാ എന്ന് പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഞാൻ രാവിലെ തന്നെ എറണാകുളത്തേക്ക് പോകും. അത്യാവശ്യമായിട്ടൊരു വർക്കുണ്ട്, എന്നെ ജോലിയെ ബാധിക്കുന്നതാ, അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനോടൊന്ന് പോകുമ്പം കമല പറയാണ്, കണ്ടോ അവന്റെ അനിയന്റെ കേസ് വന്നപ്പോൾ അവൻ മുങ്ങുന്നത് കണ്ടോ? ഇപ്പൊ ആലിനയുടെ കേസ് എങ്ങാനാ പറഞ്ഞതെങ്കിലേ അവൻ തുള്ളിച്ചാടി പോയേനെ. സ്നേഹം ഇല്ലാത്തവൻ, കൂടപ്പിറപ്പ് സ്നേഹം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലായിടത്തും പോയി നാണം കിടുന്നുണ്ട്. ഇനിയിപ്പോ ഇവനും കൂടെ പോയി നാണം കിടണമെന്നാണോ നീ പറയുന്നത്? ഇവനൊരു ചെറുപ്പക്കാരനല്ലേ, അവന് നാണക്കേടുണ്ട്. പോകുന്നിടത്തെല്ലാം ആ പീഡനവീരന്റെ ഏട്ടനാണോന്നാ ചോദിക്കുന്നത്. അത് കേട്ട് അവനും അടുത്തു. പിന്നെ അവൻ എന്തിനാ കുറ്റം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ശിവൻ പോലീസുകാരെ
കാണാനായിട്ട് പോവാണ്. അങ്ങനെ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേസും വന്ന് എങ്ങനെയെങ്കിലും അട്ടിമറിക്കണമെന്നൊക്കെ പറയുമ്പം കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോയതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ പോക്സോയിൽ വേണമെങ്കിൽ ഞങ്ങൾ ആ മൊഴി മാറ്റി എഴുതിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ കാശ് തരണം എന്നവർ പറയുമ്പം ഇനി നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ പോരായിരുന്നോ, എത്ര വേണമെങ്കിലും ഞങ്ങൾ തരില്ലായിരുന്നോ, ഈ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ അറിയിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ പറയുമ്പം അതൊന്നും പറ്റില്ല. എന്തായാലും പോക്സോ കേസ് അത് ആരൊക്കെ കെട്ടിച്ചമച്ചതാ, ആ പെൺകുട്ടീനെ ആദ്യമായിട്ടാണ് ഇവൻ പീഡിപ്പിക്കുന്നത്, അല്ലാതെ ഇതിന് മുമ്പൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കേസിന് ബലം കിട്ടാനും അവനെ അകത്താക്കാനും വേണ്ടി എല്ലാവരും കൂടി കളിച്ച കളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യവും കൂടി അയാളെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അയാൾക്ക് ആവശ്യമുള്ള പണം ശിവൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ പോക്സോ കേസിൽ നിന്നും ഒഴിവാക്കാന്ന് ഇയാൾ പറയുന്നുണ്ട്. ശേഷം മറ്റേ പാർട്ടിക്കാരെ കാണാനായിട്ട് ശിവൻ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അവർ പറയാണ്, എൻ്റെ പൊന്നു ശിവ, ഇതൊരു പീഡന കേസായി പോയില്ലേ, അതുകൊണ്ടാ ആദ്യം തന്നെ ഞങ്ങൾ നിന്നെ സഹായിക്കാതിരുന്നത്, അതല്ലെങ്കിൽ ഞങ്ങൾ സഹായിച്ചേനെ. ഇങ്ങനൊരു കേസാകുമ്പം നമുക്ക് തലയിടാൻ പറ്റില്ല, നമ്മുടെ പാട്ട് തന്നെ മാറിപ്പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും പോക്സോ കേസ് ഒഴിവാക്കാൻ ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം, ആ കാര്യം ഞാൻ ഏറ്റു, പക്ഷെ പാർട്ടി ഫണ്ടിലേക്ക് വലിയൊരു സംഭാവന തരേണ്ടി വരും. ശിവൻ പറയാണ്, അത് എത്ര വേണമെങ്കിലും തരാം, പോക്സോയിൽ രജിസ്റ്റർ ആയി പോയാലേ അത് വലിയ വിഷയമാകും, അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുമ്പം അത് ഞാൻ ഏറ്റു, നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് ശിവനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അയാൾ മന്ത്രി പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് ആ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കി വിടുകയാണേ, ആ ഒരു തെളിവ് ഇല്ലാതാക്കാണ്. അങ്ങനെ ശിവൻ വന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, എന്തായാലും പോലീസുകാരോടും അതുപോലെ മന്ത്രിയോടും പോയി സംസാരിച്ചുകൊണ്ട് പോക്സോ കേസിന് ഒഴിവായി എന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇതാദ്യം ശ്രമിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കില്ലായിരുന്നോ, നമ്മുടെ മോനെ ഇപ്പം ഇറക്കായിരുന്നു. അലീന ബുദ്ധിയുള്ളവളാ, അവൾ ആ ശരണെ പോയി കണ്ട് അവൾ മയക്കിയെടുത്ത് ആ രോഹിയെ പുറത്തിറക്കിയത് കണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, കമലേ, അതങ്ങനല്ല, ഞാൻ പറഞ്ഞല്ലോ, രോഹി ആ പെൺകുട്ടിനെ ഉപദ്രവിച്ചിട്ട് കൂടിയില്ല, അവളുടെ ദേഹത്തെ തൊട്ടിട്ട് കൂടിയില്ല, പിന്നെ എങ്ങനെ രോഹി അകത്ത് കിടത്താനാവും, അതുകൊണ്ടാണ് അവന് ജാമ്യം കൊടുത്തത്. പിന്നെ അത് പറയാനുള്ള ധൈര്യം അലീന കൊടുത്തുള്ള സത്യം തന്നെയാ, പക്ഷെ അലീന അവനോട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാനത് അന്വേഷിച്ചു, അവൾ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ആ പാർട്ടിക്കാരും പോലീസുകാരും എല്ലാം പറഞ്ഞു, അതിനെക്കുറിച്ച് വാക്ക് പോലും അലീന മിണ്ടിയിട്ടില്ല. ആ പെൺകുട്ടി സ്വമേധയാ അവളുടെ ഇഷ്ടപ്രകാരമാണ് അത് പറഞ്ഞെന്നാ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. കമലയോട് ശിവൻ പറയാണ്, നമുക്കെന്തായാലും ആ പെൺകുട്ടിയെ കാണാൻ അങ്ങോട്ടേക്ക് പോയാലോ, പക്ഷേ ആ കോളനി അത്ര ശരിയല്ല. ആദ്യം അങ്ങോട്ടേക്ക് ചെന്ന അലീനനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോയവരാ, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവാ, ഓർത്തിനെ പേടിയാവുന്നു എന്ന് പറയുമ്പം നമുക്കൊരു മാസ്ക് ഇട്ട് ഇച്ചിരി ഒന്ന് വ്യത്യാസപ്പെടുത്തി പോയാലോ, അങ്ങനെ ആകുമ്പം ആരും തിരിച്ചറിയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് കമലയും ശിവനും കൂടിയിട്ട് മാസ്ക് വെച്ചുകൊണ്ട് കണ്ണടപ്പാറ കോളനിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് ശരണ വീട്ടിലേക്ക് ചെല്ലുകയാണേ. വീട്ടിലേക്ക് കയറിയിട്ട് ബെല്ലടിക്കുമ്പം അവരിറങ്ങി വരുന്നുണ്ട്. ആരാ എന്ത് വേണം ചോദിക്കുമ്പം ഞങ്ങൾ ശരണയെ കാണാൻ വന്നാണ് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ആരാണെന്ന് പറയാതെ എന്ന് പറയുമ്പം ശിവൻ പറയാണ്, പുറത്തുനിന്ന് ആരും കാണണ്ട, നമുക്ക് അകത്തുനിന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അകത്ത് കയറിയ ശേഷം വാതിലിളക്കിയാണ് കേട്ടോ. നാട്ടുകാരൊക്കെ വന്ന് കണ്ടാൽ വിഷയമാവുമല്ലോ, അതുകൊണ്ട് അകത്ത് കയറി ഇവർ ഇരിക്കാൻ പറയാണേ. ഈ സമയത്ത് ഓമനക്കുട്ടനും ഗോപനും എല്ലാം അവിടെ നിൽപ്പുണ്ട്. ശരണ അകത്ത് തളർന്നു കിടക്കായിരിക്കും. ഈ സമയത്ത് പ്രഭാകരൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുത്, നിങ്ങളെപ്പോലെ തന്നെ ഒരു മാതാപിതാക്കളാണ് ഞങ്ങളും, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ പറഞ്ഞു കേൾക്കാൻ കൂട്ടാക്കണം എന്ന് പറയുമ്പം നിങ്ങൾ ആരാണെന്ന് പറ എന്ന് പറയാണ്. അത് പിന്നെ നിങ്ങളുടെ കുട്ടീനെ പീഡിപ്പിച്ച കേസിലെ 1-ാം പ്രതിയായ ഹരിയുടെ മാതാപിതാക്കളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഓമനക്കുട്ടൻ ചോദിക്കുകയാണ്, അത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? സോറി, ഗോപനാട്ടോ ചോദിക്കുന്നത്.
അത് പറയാൻ നിങ്ങൾക്ക് നാണയില്ലേ? ആ പീഡനവീരന്റെ അമ്മ അച്ഛനാണെന്ന് പോലും നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ? എന്തിനാ ഇനി ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കാണ്. കമല പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, മക്കളെ വഴിപഴിച്ച് പോകുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവരിപ്പോൾ കോളേജിലൊക്കെ പോയിട്ട് എന്താ കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവരും കയ്യിൽ ഓരോ ഫോണും ഇല്ലേ? അവരുടെയൊക്കെ രീതി എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് കമല ഒരു താഴ്മയോടുകൂടി പറയാണ്. ശിവൻ പറയുന്നുണ്ട്, അതെ, ഞാൻ ഗൾഫിലായിരുന്നു, ഇവള് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൺചെറുക്കനല്ലേ, ഇത്രയും പ്രായമായനല്ലേ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ചെറിയ നോട്ടക്കുറവും ഉണ്ടായി. അവൻ മുറിയിൽ എന്താ കാണിക്കുന്നേ, പുറത്തു പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഇവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഞങ്ങളതിന് കാല് പിടിച്ച് നിങ്ങളോട് ക്ഷമ ചോദിക്കാം എന്ന് പറയുമ്പം പ്രഭാകരൻ ചോദിക്കാണ്, നിങ്ങൾ കാലുപിടിച്ച് ക്ഷമ ചോദിച്ചാൽ എൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുമോ? അവളുടെ ജീവിതമാണ് പോയത്. ഹൗമാരെന്ന് കൊല്ലാതെ വിട്ടു തന്നെ വലിയ ഭാഗ്യം. പ്രേമിച്ച് സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് 1.5 വർഷത്തോളം എൻ്റെ മകളെ അവൻ നിങ്ങളുടെ മോൻ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നു. എന്നിട്ടാ വിളിച്ചുകൊണ്ട് പോയി കൂട്ടുകാർക്ക് എറിഞ്ഞു കൊടുത്തത്. ആ 4 പേരും കൂടി അന്ന് എൻ്റെ മോളെ ഇല്ലായ്മ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എൻ്റെ മോള് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് നിങ്ങൾക്കറിയോ? മാനസികമായിട്ട് പോലും അവൾ തളർന്നു പോയി. ആത്മഹത്യ ചെയ്യാൻ വരെ ഒരുങ്ങിയതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞങ്ങൾക്കും ഒരു പെൺകുട്ടിയുണ്ട്. ഹരിക്ക് താഴെ ഒരു പെൺകുട്ടിയാ. അവളിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവളും ഈ കേസുകാരൻ നാണം കെട്ടിട്ട് അവിടെ തിരികെ വരാൻ പോവാ. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരുത്തൻ തലതെറിച്ച് പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്ത് മക്കളെയും കൊല്ലാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറയുമ്പം ഗോപനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണേ. അമ്മ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളാണെങ്കിൽ സ്റ്റേഷനിൽ മൊഴി കൊടുത്തിരുന്നല്ലോ 2 വർഷം മുമ്പേയും അവളെ പീഡിപ്പിച്ചു എന്ന്. പക്ഷേ അത് സത്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഹരിയപ്പയെ കണ്ടിരുന്നു. ഇത് ആദ്യത്തെ സംഭവമാണെന്ന് അവൻ പറഞ്ഞു. അതുപോലെ ഞാൻ പോലീസുകാരെയും പാർട്ടിക്കാരെയും കണ്ടപ്പോഴും അത് കള്ളക്കേസാണെന്നാണ് പറഞ്ഞത്. 2 വർഷം മുമ്പേന്ന് പറയുമ്പം പെൺകുട്ടി മൈനറായ സമയമാണല്ലോ. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പം പോക്സോ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കതിന് ഇച്ചിരി കേസ് സ്ട്രോങ് ആവും. അതിനുവേണ്ടി അവർ ചെയ്ത പണിയാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പോലീസുകാരും പാർട്ടിക്കാരെല്ലാം നിങ്ങളെ വെച്ച് കാശുണ്ടാക്കാൻ നോക്കുക. ആ പോലീസുകാരന്മാർ ഞങ്ങളുടെ ഇപ്പോൾ തന്നെ 10-20 ലക്ഷം രൂപ മേടിച്ചു. ഈ കേസും പറഞ്ഞുകൊണ്ട് ഇത് ഒഴിവാക്കി തരാം, മൊഴി മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ പാർട്ടിക്കാരും 20 ലക്ഷം രൂപയാ എൻ്റെ നിന്ന് വാങ്ങിച്ചത് എന്ന് പറയുമ്പം പ്രഭാകരനും ഭാര്യ ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് പരസ്പരം നോക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാർട്ടി ഫണ്ട് നിങ്ങൾക്കൊന്നും തരാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വീട് വെച്ച് തരാനോ പഠിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. അതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. വേറെ ഇരയെ കിട്ടുമ്പം അവർ അതിൻ്റെ പിന്നാലെ പോയിക്കോളും എന്നിങ്ങനെയൊക്കെ ശിവൻ പറയുമ്പം ഇവർക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ദയവ് ചെയ്ത് ഈ കേസിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം. ഞങ്ങളുടെ മകൻ്റെ ഭാവി ഓർത്ത് നിങ്ങളത് ശരിയാക്കി തരണം എന്ന് പറയുമ്പം അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്ത് വർത്താനായി പറയുന്നത്? നിങ്ങൾക്കൊരു മകളുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവൾക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കാമായിരുന്നോ? കാശ് മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അവനെ നിങ്ങൾ വെറുതെ വിടുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കമല പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ മകന് ഇപ്പോൾ അറിയാതെ സംഭവിച്ചു പോയി. അവൻ്റെ തെറ്റ് തന്നെയാ, ഞങ്ങൾക്കതറിയാം. അവനൊരു തെറ്റുകാരൻ തന്നെയാ. പക്ഷെ അവന് അത് മനസ്സിലാക്കി ജീവിക്കാൻ ഒരവസരം കൊടുത്തൂടെ? അവനെ ഒന്ന് രക്ഷിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകള് മൊഴിമാറ്റി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. എത്ര ലക്ഷം വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാം. നല്ലൊരു വീട് വെച്ച് ആ കുട്ടി നന്നായി പഠിപ്പിച്ച് അതുപോലെ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. ശിവൻ പറയാണ്, അതെ, എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം. ദയവ് ചെയ്ത് ഞങ്ങളുടെ മകനെ ഒന്ന് പുറത്തിറക്കി തരണം എന്ന് പറയുന്നുണ്ട്. ഇതിവിടെ വന്ന് പറയാൻ ഞങ്ങൾക്കൊട്ടും ധൈര്യമില്ലായിരുന്നു. പക്ഷെ ധൈര്യം സംഭവിച്ച് ഞങ്ങൾ വന്നതാ. നിങ്ങൾക്കും ഇതുപോലെ മക്കളല്ലേ? നിങ്ങളുടെ മക്കൾക്കാണ് സംഭവിച്ചതെങ്കിലോ എന്ന് ചോദിക്കുമ്പം ഞങ്ങളുടെ മക്കൾക്ക് ഇതിൽ കൂടുതലിപ്പോൾ എന്ത് സംഭവിക്കാനാ? പുറത്തു പോലും ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ മകളെ പഠിപ്പിക്കാൻ പോലും വിടാനായിട്ട് ആരും സമ്മതിക്കുന്ന കൂടിയില്ല. അവളുടെ ജീവിതമോ തകർന്നു. ഇനി അവൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളുടെ എല്ലാ ജീവിതവും തകർന്ന് നശിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ അലീന എന്ന് പറഞ്ഞ
പെൺകുട്ടി വന്നോണ്ടാ അവളിപ്പോഴും ഇങ്ങനെ ജീവനോടിരിക്കുന്നത്. അവൾ എഴുന്നേൽക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അല്ലെങ്കിൽ എൻ്റെ മോള് പണ്ടേക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തേനെ എന്ന് പറയുമ്പം കമല ദേഷ്യപ്പെട്ട് ശിവനെ നോക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, എനിക്കറിയാം അലീന എന്ന് പറഞ്ഞ കുട്ടീനെ. അലീന ബാലേന്ദ്രൻ്റെ വീട്ടിലെ ജോലിക്കാരിയാ. അത് എൻ്റെ പെങ്ങളാണ്. ആ വീട്ടിൽ എൻ്റെ പെങ്ങളാണുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കസിൻ പിള്ളേരായിരുന്നല്ലോ. ഞാൻ ഗൾഫിലുമായിരുന്നു. പിന്നെ ബാലേന്ദ്രന് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടി കാണില്ല. ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവനും കമലയും പറയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഷർണ ഇറങ്ങി വരുന്നുണ്ട്. എന്ത് ക്ഷമിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ മകൻ ഒറ്റ ഒരുത്തനാ ഇതിനെല്ലാം കാരണക്കാരൻ. ഇതേ കാണണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ കാണിക്കാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവൻ എന്നെ സ്നേഹിച്ച് എന്നെ ചതിക്കായിരുന്നു. 2 തവണ ഓരോ റിസോർട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി, പാർക്കിലേക്കൊക്കെ കൊണ്ടുപോയി. അവിടെ വെച്ചുകൊണ്ട് മോശമായി പെരുമാറാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പ്രതികാരം വീട്ടുകാരിക്കും അവൻ. സമയം കിട്ടിയപ്പോൾ അവൻ്റെ കൂട്ടുകാരെയും കൊണ്ട് വന്നു. നാണം കെട്ടവൻ. അവൻ മാത്രമായി ബിഹേവ് ചെയ്തെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കായിരുന്നു. പക്ഷേ അവൻ എന്നെ കൊണ്ട് അവൻ്റെ കൂട്ടുകാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ? അന്നവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്, നിങ്ങളുടെ മകൻ എന്താ ചെയ്തെന്നും ഞാൻ നിങ്ങളോട് പറയണോ എന്ന് ചോദിക്കുകയാണ്. കമല ശിവനും തലതാത്തിയിരിക്കുമ്പം ഷർണെ പറയുന്നുണ്ട്, നിങ്ങളത് അറിയണം. നിങ്ങളുടെ മകൻ ഭയങ്കര സംഭവമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എങ്കിലത് എന്താണ് സംഭവം? അവൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ സ്നേഹിച്ച് വല്ലാണ്ടങ്ങ് സ്നേഹിക്കായിരുന്നു. വീട്ടിൽ പറയും എന്നെ കെട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെയാ എനിക്ക് നൽകിയത്. അതിലൊക്കെ ഞാൻ വീണുപോയി. എന്തു ചെയ്യാനാ? ഞാനൊരു പൊട്ടി. അവനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണെന്ന് പറഞ്ഞോണ്ടാ അവൻ എന്നെ വിളിച്ചത്. പോകുന്നതിന് മുമ്പേ എനിക്കൊരു ചുരിദാറൊക്കെ വാങ്ങി തന്നു. വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഈ വഴി അത്ര സേഫ് അല്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറയാ, റബ്ബർ കാടിനുള്ളിലായിട്ടാണ് ഒരു വീട് എന്നൊക്കെ പറഞ്ഞിനെ ഓർന്നൊക്കെ പറഞ്ഞ് മയക്കി. കൊക്കോക്കോള വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മകൻ എനിക്ക് ഒരു കുപ്പി വെള്ളമാ തന്നത്. ആ വെള്ളത്തിലും അവൻ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. വെള്ളമാകുമ്പം ഞാൻ കുടിച്ചോളുമല്ലോ. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ പകുതി ബോധം പോയി. അപ്പോഴാണ് ഞാൻ കണ്ടത് അവൻ്റെ 3 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അവിടെ. എന്നെ കൊണ്ട് കട്ടിലേക്ക് എടുത്തിട്ട് അവന്മാർ 3 പേരും കൂടി മാറി മാറി എന്നെ പീഡിപ്പിച്ചു. ശരിക്കും എന്നെ കൊല്ലാതെ വിട്ടത് തന്നെ എന്തോ ഭാഗ്യം. നിങ്ങളുടെ ആ പെങ്ങളുടെ മകനുണ്ടല്ലോ രോഹിത്, അവൻ മാത്രമുള്ളൂ എന്നെ ഉപദ്രവിക്കാതിരുന്നത്. ആ സമയത്ത് ഇവൻ ഉപദ്രവിക്കാതിറങ്ങി ഓടാൻ പോയത് കൊണ്ട് നിങ്ങളുടെ മകൻ തന്നെ അവനെ പിടിച്ചുകൊണ്ടെന്ന് അടിച്ചു. അങ്ങനെ ബാത്റൂമിൽ കയറ്റി പൂട്ടിയിട്ടു. അവൻ്റെ ഫോണ് മേടിച്ചു വെച്ചു. അതെല്ലാം ചെയ്തതും നിങ്ങളുടെ മകൻ ഒറ്റൊരുത്തനാ. ആ സമയത്തൊക്കെ ഞാൻ കരഞ്ഞ് ഹരിയോട് പറഞ്ഞതാ, ഞാൻ എന്നെ സ്നേഹിച്ചതല്ലേ, ഒരുപാട് നമ്മൾ സ്നേഹിച്ചതല്ലേ, എന്നെ വെറുതെ വിടാൻ. അപ്പോഴൊക്കെ അവൻ പറയാ, ഇതിനു വേണ്ടിയിട്ടാടി ഞാൻ നിന്നെ സ്നേഹിച്ചത്, അല്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതായിരുന്നില്ല, അഭിനയിക്കുകയായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. എല്ലാവരും കൂടി എന്നെ വളരെ ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിച്ചത്. 2-3 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഷർണെ പറയാണ്, എന്നേലും ഒരിക്കൽ നിങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങളോടൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ മകൻ്റെ തനി സ്വരൂപം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തക്കം കിട്ടിയ അവനവൻ്റെ പെങ്ങളെ മാത്രമല്ല, വേണേ അവൻ്റെ അമ്മേനെ കൂടി അവൻ ഉപദ്രവിക്കും. അത്രയ്ക്ക് നാറിയ സ്വഭാവമാണ് അവൻ്റെ എന്ന് പറയുന്നുണ്ട്. ആ വീട്ടിലെ സെർവൻ്റായ അലീനയോടും ആ വീട്ടിലെ അവളുടെ അനിയത്തിയായ ബബിതയോടും കൃഷ്ണയോടും എല്ലാം അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇതിനു മുമ്പേ എത്ര പെൺപിള്ളേരുണ്ടെന്ന് ആർക്കറിയാം? അങ്ങനെയുള്ളവന് വേണ്ടി ഞാൻ മൊഴി മാറ്റി പറഞ്ഞതാണോ നിങ്ങൾ പറയുന്നത്? ശരിയാ, പോക്സോ കേസിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു സംഭവം. അതുകൊണ്ട് തന്നെ ആ ഒരു മൊഴി മാത്രം ഞാൻ പറയും. അവൻ എന്നെ ഉപദ്രവിച്ചത് ആദ്യമായിട്ടാണെന്ന്. പക്ഷേ അല്ലാതെ നിങ്ങളുടെ മകനെ രക്ഷിക്കുന്നെന്നും നിങ്ങൾ ഓർക്കണ്ട എന്ന് ഷർണെ പറയാണ്. മോള് പോയി അവിടെ പോയി മൊഴി പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവനെയൊക്കെ ജയിലിലാക്കുന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമുള്ളത്? അതേ സമയത്ത് ഞങ്ങൾ വരുന്ന കാശ് കൊണ്ട് നല്ലൊരു വീടൊക്കെ വെച്ച് നല്ല സൗകര്യത്തിന് ജീവിച്ചൂടെ, നന്നായി പഠിച്ചൂടെ, ഒരു ജോലി വാങ്ങിച്ചൂടെ? അതൊക്കെയല്ലേ അത്യാവശ്യം എന്ന് പറയുമ്പം ഷർണെ പറയാണ്, അങ്ങനത്തെ വൃത്തിയിട്ട മാനം കിട്ട കാശ് എനിക്ക് വേണ്ട. അലീന ചേച്ചി എന്നെ പഠിപ്പിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അത് മതി. ഞാൻ പഠിച്ചോളാം. പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചിട്ട് എനിക്ക് ആവുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അല്ലാതെ നിങ്ങളുടെ ആരെ പിച്ച കാശൊന്നും എനിക്ക് വേണ്ട.
എൻ്റെ മാനത്തിന് വീട്ട് വന്നാൽ നിങ്ങളെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിലില്ലേ ഒരു പെൺകുട്ടി? നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയത്? ആ പെൺകുട്ടീനെയാണ് ഇങ്ങനെയൊരാൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കാനാവുമായിരുന്നോ? എന്നിട്ട് അവരുടെ വീട്ടുകാർ കൊണ്ട് തരുന്ന കാശും മേടിച്ച് നിങ്ങൾ കാര്യം കാണുമായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആകെപ്പാട് കിട്ടുന്ന നീതിയാണ് അവന്മാർ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഹരിയും ബാക്കി രണ്ടവന്മാരും ആ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അതിനി ഒരു മാറ്റവും ഇല്ല. എന്നെ കൊന്നാലും ഞാൻ മൊഴി പറഞ്ഞിരിക്കും. എന്നെ പഠിപ്പിക്കാനും എനിക്ക് വീട് വെച്ചതിനായിട്ട് ഇങ്ങോട്ടേക്ക് ഇനി ആരും വന്നു പോയേക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരണ്യ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട്. പ്രഭാകരനും ഭാര്യയും പറയുന്നുണ്ട്, കേട്ടല്ലോ മോള് പറഞ്ഞത്. ഞങ്ങൾ ഒച്ചയുണ്ടാക്കി ആളെ കൂടാത്തത് ഞങ്ങളുടെ മര്യാദയാണെന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നിങ്ങളെ ഇവിടെ വീട്ടിൽ കയറി ഇരുത്തി ഞങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ മര്യാദയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചൂലെടുത്ത് അടിച്ച് നിങ്ങളെ ഇറക്കിയാനെ എന്ന് പറയാണ്. എന്നിട്ട് കമലോട് പറയുന്നുണ്ട്, നിങ്ങളൊരു അമ്മയല്ലേ, ഒരു പെൺകുട്ടിയെ പ്രസവിച്ച അമ്മയല്ലേ, നിങ്ങൾക്കിത് മനസ്സിലാക്കാനാവില്ലേ? നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ മോനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവളുടെ ജീവിതം പോയി, അവളുടെ മാനം നഷ്ടമായി. ഇതിനൊക്കെ ഇനി ആരും ഉത്തരം പറയും എന്ന് ചോദിക്കുകയാണ്. അവളെ പഠിപ്പിച്ചോളാന്ന് അലിന എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അലിനയുടെ വീട്ടിലെ ആ രോഹിത്തിന്റെ അച്ഛനും ആ പഠിപ്പിച്ചോളം നേരിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് മതി. അതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. വീടും വേണ്ട, സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ മോളുടെ ജീവിതം ഒന്ന് ശരിയായാൽ മതി. അത് മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറയാണ്. എന്തായാലും പോക്സോ കേസ് ഒരിക്കലും ഞങ്ങൾ നിങ്ങളുടെ തലയിൽ ചുമത്തില്ല. അത് ചെയ്തിട്ടില്ലാത്തതല്ലേ. സത്യമായിട്ട് മാത്രമേ എൻ്റെ മകളോട് പറയുള്ളൂ. അത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു കേസിൽ നിന്ന് നിങ്ങളുടെ മകൻ ഒഴിവാകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അടുത്ത ഹിയറിംഗിൽ എന്തായാലും ജാമ്യം കിട്ടാൻ പോണില്ല. പക്ഷെ ഒരു 5-6 മാസം കഴിയുമ്പോൾ ചിലപ്പം ജാമ്യം കിട്ടിയേക്കുമായിരിക്കും. അതുവരെയെങ്കിലും അവൻ ശിക്ഷ അനുഭവിക്കണ്ടേ എന്ന് പ്രഭാകരൻ ചോദിക്കുന്നുണ്ട്. ശിവനൊപ്പം ഒന്നും മിണ്ടാതെ തലകുടിച്ച് നിൽക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. നിങ്ങൾ നാട്ടുകാരെല്ലാം മനസ്സിലാക്കിയാൽ പിന്നെ അവർ നിങ്ങളെ കയ്യേറ്റം ചെയ്യും. ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ശിവനും കമലയും അവിടുന്ന് തലയും കുനിച്ച് ഇറങ്ങി വണ്ടിയിലൊന്ന് കയറുന്നുണ്ട്. അപ്പോഴേക്കും കമല പറയാണ്, ആ പെണ്ണിന്റെ അഹങ്കാരം കണ്ടോ? അവളുടെ അഹങ്കാരം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അഹങ്കാരി. അലിനെ പഠിപ്പിച്ചോളാന്ന് പോലും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അലിന് എന്തൊക്കെയോ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോഴേക്ക് ശിവൻ പറയാണ്, ആ പെണ്ണങ്ങനെ അഹങ്കാരിയാകും? അവൾക്ക് സംഭവിച്ചതല്ലേ അവള് പറഞ്ഞത്. അവര് പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ മകൾക്കാ സംഭവിച്ചെങ്കിൽ നമുക്ക് സഹിക്കാനാവുമായിരുന്നോ? നമ്മൾ ഇതുപോലെ ആലും കൊണ്ടുവന്ന കാശും മേടിച്ചുകൊണ്ട് മൊഴി മാറ്റി പറയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കമല പറയാണ്, ആ അലീന, അവൾ ഒറ്റയിരുത്തി ഇതിനെല്ലാം കാരണക്കാരി. കണ്ടോ, അവൾ അതിന് മുമ്പേ പോയി കല്ലെറിഞ്ഞു. നമ്മൾ വരുന്നതിന് മുമ്പേ അവൾ പോയി സംസാരിച്ച രോഹിത്തിനെ ഇറക്കിയത് എന്ന് പറയുമ്പം ശിവൻ പറയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന്. നിങ്ങളെങ്കിലേ കടപ്പാട്ടോരേക്ക് വിട്, ഞാൻ പോയി ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. എന്തിനാ? അന്നത്തെ പോലെ അടി കൊള്ളാനോ? അങ്ങനെ എന്നെ ആരും അടിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി എടുക്ക്, ഞാൻ ബാക്കി സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് കമലയും ശിവനും കൂടി നേരെ കടപ്പാട്ടൂരിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ബാലേന്ദ്രനും ഉണ്ട്, അതിൽ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ശിവനും കമലയോട് കയറി വരുന്നുണ്ട്. ബാലൻ പറയാണ്, ആഹാ ശിവേട്ടനോ, കയറി വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കമലയും മടിച്ച് കയറി വരികയാണ്. ഈ സമയത്ത് ശിവൻ പറയാണ്, ബാല, ഞങ്ങൾ ആ ശർണയെ കാണാൻ പോയതായിരുന്നു. പോക്സോ കേസിൽ എന്തായാലും അവനെ ഉൾപ്പെടുത്തിയേക്കായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതൊന്ന് മാറ്റി പറയിക്കാനായിട്ട് ഞങ്ങൾ പോലീസിൻ്റെയും പാർട്ടിക്കാരെയൊക്കെ അടുത്ത് പോയി. കുറേ കാശ് മുടക്കിയിട്ട് അതിന് ഒഴിവായി കിട്ടി. ശർണ ചെന്ന് കണ്ടപ്പോൾ അവളും പറഞ്ഞു അത് സത്യമാണ്, പാർട്ടിക്കാരും പോലീസുകാരുടെ ഒപ്പിച്ച പണിയാണെന്ന്. അതുകൊണ്ട് അവൾ അത് മൊഴി മാറ്റി പറഞ്ഞോളാം. അവൾ സത്യം മാത്രമേ പറയുള്ളൂ പറഞ്ഞു. ഞങ്ങൾ പലതവണ പറഞ്ഞു നോക്കി, കാശ് കൊടുക്കാം, പഠിപ്പിക്കാം, വീട് വെച്ച് കൊടുക്കാം, എങ്ങനെയെങ്കിലും ആ മൊഴിയൊന്ന് മാറ്റി പറയാൻ. പക്ഷേ ആ കുട്ടി സമ്മതിച്ചില്ല. ബാലൻ പറയാണ്, അങ്ങനെ മൊഴി മാറ്റി പറയോ? എനിക്കേ ദേ 3 പെൺമക്കളാ. ശിവേട്ടനുണ്ടല്ലോ ഒരു പെങ്കൊച്ച്. അവക്കിങ്ങനെ സംഭവിച്ചെന്നെങ്കിൽ മൊഴി മാറ്റി പറയാൻ നമ്മൾ സമ്മതിക്കായിരുന്നോ? കാശ് മേടിച്ച് കഷ്ട വെച്ചിട്ട് നമ്മളത് ചെയ്യായിരുന്നോ എന്ന് ചോദിക്കാണ്. എങ്കിലും ബാല, എൻ്റെ മോനായി പോയില്ലേ, എനിക്കിത് കണ്ട് സഹിക്കാനൊക്കുവോ എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ ശിവേട്ടാ, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നവരല്ല നമ്മളുടെ മക്കളൊക്കെ വളരുന്നത്. അവർക്ക് തോന്നിയതുപോലെയാ.
നമുക്കൊന്നും പറയാനും ഒന്നും ചെയ്യാനുള്ള അവകാശമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് കമല പറയാണ്, ഹല ബാല, അവരൊരു കാര്യം പറഞ്ഞു. അലീന അവളെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞെന്ന്. ശരിക്കും അവളെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്ത് ഓഫർ ചെയ്തിട്ടാണോ രോഹിയെ പുറത്തിറക്കിയത് എന്ന് ചോദിക്കാണ്. കമലയുടെ തീർന്നത് ചോദിക്കാത്തതെന്ന് ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അലീന വരുന്നുണ്ട്. ആന്റി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു എന്തോ ഒരു പ്രശ്നം കൊണ്ടാ വരുന്നതെന്ന്. എങ്കിലേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് പോയ സമയത്താണ് രോഹിയെക്കുറിച്ചുള്ള കാര്യം അവൾ എന്നോട് പറഞ്ഞത്. അപ്പൊ പോലും ഞാൻ പറഞ്ഞില്ല രോഹിക്ക് വേണ്ടി കോടതിയിൽ സംസാരിക്കാനായിട്ട്. അവൾ അവളുടെ ആത്മവിശ്വാസവും ധൈര്യവും എടുത്തുകൊണ്ടാ ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാ പാർട്ടിക്കാരെല്ലാം അവൾ ഉപേക്ഷിച്ചു പോയതും. പാർട്ടിക്കാരെല്ലാം ഉപേക്ഷിച്ചു പോവുകയും അവളുടെ പഠിത്തം മുടങ്ങുകയൊക്കെ ചെയ്തത് കൊണ്ടാ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തത് അവളെ പഠിപ്പിച്ചോളാന്ന്. അല്ലാതെ രോഹിയെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് കൈക്കൂലിയൊന്നും കൊടുത്തിട്ടില്ല. അവളുടെ മാനത്തിന് ഞാൻ വില പറഞ്ഞിട്ടുമില്ല എന്ന് അലീന പറയുന്നുണ്ട്. ബാല ചോദിക്കാണ്, ശിവേട്ടനും കമലടുത്തേക്കും ഇപ്പൊ വിശ്വാസമായല്ലോ, ഇത് മിനിങ്ങാന്ന് നടന്നങ്ങാണ്ട് സംഭവമാണ്. അപ്പോഴാണ് അലീന പോയിട്ട് അലീന മനുകുട്ടി ശരണിയെ കാണാൻ പോയില്ലേ, ആ സമയത്താണ് അലീന വാക്ക് കൊടുത്തത് അവളെ പഠിപ്പിച്ചോളാന്ന്. അലീനയ്ക്ക് കുറച്ച് പൈസയല്ലേ മാസം കിട്ടുന്നുള്ളൂ. അത് എത്ര കാലം കിട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പഠിക്കാനുള്ള പൈസ ഡെപ്പോസിറ്റ് കൊടുത്തേക്കാന്ന് ഞാൻ അലീനോട് പറഞ്ഞത് എന്ന് ബാലൻ പറയാണ്. അതും രോഹിത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും ബാലൻ പറയുന്നുണ്ട് കേട്ടോ. ശിവൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ മോനെ നിറക്കണം, അതിനെന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ അലീന എന്ന് ചോദിക്കുമ്പം അലീന പറയാണ്, ബാക്കി 3 പേരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അങ്ങളെ. പക്ഷെ ഹരിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവളെ സ്നേഹം നടിച്ചതും കൂട്ടറൂമിൽ എറിഞ്ഞു കൊടുത്തതും അവളെ കടിച്ചു കീറിയതും നിങ്ങളുടെ മകൻ ഹരിയാ. അവനാണ് 1-ാം പ്രതി. ആ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യാനാ? അവളുടെ മുഖത്ത് നോക്കി ആ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് പറ്റുമോന്ന് അങ്ങള് ചിന്തിച്ചു നോക്ക്. എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങളെ. അവളും നല്ല വാശിയിലാ. അവളുടെ ജീവൻ നശിപ്പിക്കാൻ കാരണമായത് ഹരിയല്ലേ. അതുകൊണ്ട് ഹരി ഒരിക്കലും അവളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ ആരും മനസ്സിൽ കരുതണ്ട. അവൻ നടക്കില്ല എന്ന് പറയുന്നതിന് കേട്ടോ. അങ്ങനെ അലീന പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബാലൻ പറയാണ്, കേട്ടില്ലേ, അവരും പെൺകുട്ടികളല്ലേ, അവൾക്കറിയാലോ ആ സാഹചര്യമൊക്കെ. അതുകൊണ്ടാ. അത് മാത്രമല്ല, രോഹിയെക്കുറിച്ച് പോലും അവളൊരു അക്ഷരം പോലും അവിടെ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ കരുതുന്നത് പോലെ രോഹി രക്ഷപ്പെടുത്തിയത് അലീനയല്ല. ആ പെൺകുട്ടി സ്വമേധയാ പറഞ്ഞതാ രോഹിത് കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം. കാരണം അവൻ ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് ഉപദ്രവിച്ചെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ പേരോട് പറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. രോഹി ഇതെല്ലാം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രോഹി താഴേക്ക് ഇറങ്ങി വരികയാണ്. കമലയ്ക്ക് രോഹിയെ കാണുമ്പോഴാണ് ഒന്നുകൂടി ദേഷ്യം വരുന്നത് കേട്ടോ. കൂടെ ഉണ്ടായിട്ടും തന്റെ മകൻ മാത്രം രക്ഷപ്പെട്ടില്ലല്ലോ, അത് ഓർത്തുകൊണ്ട് രോഹി വന്നിട്ട് കമലയോടും ശിവനോടും പറയാണ്, അങ്ങളെ എല്ലാവരും ഫേസ് ചെയ്യാൻ പോലും എനിക്ക് മടിയാ. എങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാ. ഹരി എന്നെ ചതിക്കായിരുന്നു. ഒരു പെൺകുട്ടിയും കൂടി വരുമെന്ന് അവൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷെ ശരണയ്ക്ക് സമ്മതമാണെന്നും എല്ലാവരും കൂടെ അവളും സമ്മതിച്ചാണ് വരുന്നെന്നും കാശ് കൊടുത്താൽ മതി എന്നൊക്കെയാണ് എന്നോട് ഹരി പറഞ്ഞത്. പക്ഷേ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് ഞങ്ങളുടെ ആരോടും അവൻ പറഞ്ഞില്ല. ഞാൻ വിളിക്കുന്നിടത്ത് അവൾ വരും, അവൾ ഇങ്ങനത്തെ പെൺകുട്ടിയാണെന്നൊക്കെയാ ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഞങ്ങളും അത് കേട്ട് വിശ്വസിച്ചു പോയി. അങ്ങനെയാ അവൻ ചതിച്ചു കൊണ്ടുവന്നത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അവൻ ചതിക്കുകയായിരുന്നു. ആ പെൺകുട്ടീനെയും ഞങ്ങളെയും മയക്കുമരുന്ന് കലക്കി കൊടുത്താ അവൻ കൊണ്ടുവന്നിട്ട് കൂടാർക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കായിരുന്നു. ആ സമയത്ത് സമ്മതിക്കാതെ തന്നെ അവൻ ഒരുപാട് അടിക്കുകയും ബാത്റൂമിൽ കയറ്റി പൂട്ടിയിടുകയും എന്നെ ഫോൺ പിടിച്ച് മേടിച്ചു വെക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യമായിരുന്നല്ലോ ശരണ്യയും പറഞ്ഞത്. അപ്പൊ അവർ അതിനെക്കുറിച്ച് ഓർക്കുകയാണേ. രോഹി പറയുന്നുണ്ട്, അവനാണ് 1-ാം പ്രതി. എല്ലാവരും ചതിച്ച് ആ പെൺകുട്ടിയും ചതിച്ചത് അവൻ ഒറ്റയെടുത്തനാ. ഇതിനു മുമ്പേ ഒരുപാട് പെൺകുട്ടികളോട് അവൻ ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. എന്തിന്? അലയുടെ കേസ് പോലും എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും അവൻ തന്നെയാ. എന്റെ പെങ്ങന്മാരായ കൃഷ്ണയോടും ബാബുജിയോടും പോലും അവൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയോ എന്ന് ചോദിക്കാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ഒരിക്കലും പുറത്തിറങ്ങണ്ട, അവൻ അകത്തന്നെ കിടക്കട്ടെ എന്നും രോഹി പറയുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് മാന്യനല്ലെന്നും പുണ്യാളനല്ലെന്നും ഒക്കെ എനിക്കറിയാം. 30 ദിവസം കൊണ്ട് അതിനുള്ള ശിക്ഷയൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. പോലീസുകാരുടെയും തടവുകാരുടെയും ഒക്കെ കയ്യിൽ നിന്ന് ശരിക്കും അടി മേടിച്ചു. അതൊക്കെ അതിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി ഒരിക്കലും ഹരിയുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. അവൻ ഒറ്റ ഒരുത്തനാ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ.
അതിനുവേണ്ടി അലീന ചേച്ചി ഇനി ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മുകളിലേക്ക് കയറി പോവാണ്. കമലയ്ക്ക് ശിവനും ഒരക്ഷരം പോലും പറയാനില്ല കേട്ടോ. ബാലേന്ദ്രൻ പറയാണ്, കണ്ടോ അവൻ പറഞ്ഞത് കേട്ടോ, സത്യം എന്താണെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ. ഹരിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അപ്പൊ പിന്നെ ഹരിനെ കേസിന് ഒഴിവാക്കാൻ പറയാൻ നമുക്ക് എങ്ങനെ പറ്റും ശിവേട്ടാ? ബാക്കി രണ്ടുപേരുടെ കേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായേക്കാം, പക്ഷെ ഒരിക്കലും ഇവന്റെ കേസിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പോണില്ല എന്നും ബാലേന്ദ്രൻ പറയാണ്. കമലയും ശിവനും ഒന്നും പറയാനില്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പം അലീനെ കാണാം കേട്ടോ. കമല അലീനെ രൂക്ഷമായിട്ട് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അലീന മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പം ശിവനും പുറത്തേക്ക് ഇറങ്ങാണ്. അവൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലായിപ്പോയി. അല്ലെങ്കിൽ അവൾ മനുവിനെ വളച്ചൊടിച്ച കാര്യം കൂടി ഞാൻ ചോദിച്ചേനെ, അവളുടെ കവളത്ത് നോക്കി ഇടണം കൊടുത്തേനെ എന്ന് പറയുമ്പം ശിവൻ പറയാണ്, എൻ്റെ പൊന്നു കമലെ, ഇവിടെ എനിക്ക് മനസ്സമാധാനമില്ല. എങ്ങനെയെങ്കിലും ഹരിയുടെ കാര്യം നേരെയാക്കാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങനെ ഓടി നടക്കുന്നത്, ജോലിക്ക് പോലും പോവാതെ. അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്, ബാക്കിയെല്ലാം പിന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും കാറിൽ കയറി പോവാണേ. ഈ കാര്യങ്ങളിൽ ഓർത്ത് ശരണ്യ വീട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും അലീന വിളിക്കുകയാണ്, ഇന്ന പോലെ ഇവർ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അതേന്നും പറഞ്ഞ മറുപടികളും പറയാണ്. അപ്പോഴേക്കും ശരണ്യ അലീന പറയുന്നുണ്ട്, ഇവിടുത്തെ അച്ഛൻ മോളുടെ അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു തരും. മോൾക്ക് പഠിക്കാനായിട്ട് അത് മതി. മോളുടെ മാനം ഒരിക്കലും മോൾ വിട്ടുകൊടുക്കരുത്. മാനത്തിന്റെ വില പറയാൻ വരുന്നവരെ ഓടിച്ചു വിട്ടേക്കണം എന്ന് പറയാണ് കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടുണ്ട് അലീന ചേച്ചി. എനിക്കിപ്പോൾ നല്ല ധൈര്യമുണ്ട്. അങ്ങനെ വരുന്നവരെയൊക്കെ ഞാൻ പായിക്കാറുമുണ്ട്. എനിക്കിനി വീടോ സമ്പത്തോ ഒന്നും വേണ്ട, എൻ്റെ പഠിത്തം അത് മാത്രം മതി എനിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരണമെന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.